ഹലോ, അപ്പം നമ്മുടെ റെസിൻ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് സിൽക്കാജൽ പൗഡർ വെച്ചിട്ട് പുതിയൊരു പരീക്ഷണമാണ് കേട്ടോ. ഇത് നമ്മുടെ റോട്ട് ചെയ്ത് വെച്ച പൂവാണ് കേട്ടോ. ഇവിടെ ഇടുക്കിയിലായതുകൊണ്ട് ഇത് കണക്ക് ഭംഗിയുള്ള ഒരുപാട് നമ്മൾ വെറൈറ്റി ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ പൂക്കളും എന്താ കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ടൊരു പരീക്ഷണമാണിത്. അപ്പം ഈ ഒരു സംഭവം ഇങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഇത് കണക്ക് ഇല വെച്ച് ഉണക്കിയ കാര്യം. അതായത് നമുക്ക് റെസിൻ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കണം, ഇലയും പൂവും എന്തായാലും, എന്നാലും അത് കൂടുതൽ കാലം നിൽക്കത്തുള്ളൂ. അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സിൽക്കാജൽ പൗഡറിൽ ഇട്ട് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടി തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇതെല്ലാം ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത് വെച്ചതാണ്, ഞങ്ങളല്ല ഏട്ടൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് എടുക്കുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ 5 ദിവസമൊക്കെ ആയതുകൊണ്ടായിരിക്കും കുറച്ചും കൂടെ ഒക്കെ ഇത് ചുട്ടിപ്പോയി, അങ്ങ് നന്നായിട്ട് ഡ്രൈ ആയിപ്പോയി, ഉണങ്ങിപ്പോയി. പക്ഷെ ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞ് എടുത്തിരുന്നെങ്കിൽ ഇച്ചിരിയും കൂടെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നേനെ. എന്തായാലും സാരമില്ല, ഇപ്പോൾ ഒരു പാഠം കിട്ടിയില്ല. ഇത്രയും ദിവസം വെക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു പാഠം കിട്ടിയില്ല. അത് എൻ്റെ ഒരു എന്താണ് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യമൊക്കെ ഒരു പാഠമാവും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.